ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 1. അർജുന ഉവാച. ജ്യായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്നു കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? ഭാവാർത്ഥം. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിൻ്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിൻ്റെ മാർഗമെന്ന നിലയിൽ ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണന്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം. എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിനു മുമ്പ് വിജനസ്ഥലത്തിരുന്ന് കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല. അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വിലക്കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. കൃഷ്ണാവബോധം, ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യയുമാണെന്ന ധാരണ അർജുനനുണ്ടായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഒരൊഴികഴിവാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ പിന്മാറണമെന്നുണ്ടായിരുന്നു. എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യനെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്തെന്നാരായുകയും ചെയ്തു. ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെപ്പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 2. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വിവർത്തനം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എൻ്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. ഭാവാർത്ഥം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവത്ഗീതയ്ക്ക് ഒരാമുഖമായി സാഖ്യയോഗം, ബുദ്ധിയോഗം, ബുദ്ധി കൊണ്ട് ചെയ്യാവുന്ന ഇന്ദ്രിയ നിയന്ത്രണം, ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മം, പ്രാരംഭകന്റെ നില എന്നീ വിവിധ വിഷയങ്ങൾ അടുക്കും ചിട്ടയും കൂടാതെ വിവരിക്കപ്പെട്ടു. അവ ഉൾക്കൊള്ളാനും പ്രവൃത്തിയിൽ വരുത്താനും കുറെ കൂടി ക്രമീകൃതമായ ഒരു രൂപരേഖ ആവശ്യമാണ്. ഏതൊരു സാധാരണ മനുഷ്യനും തെറ്റായ വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കാവുന്ന വിധത്തിൽ പ്രഥമ ദൃഷ്ട്യാ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങളുടെ ഇഴ പിരിച്ചെടുക്കാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ തൻ്റെ വാഗ്ജാലങ്ങൾ കൊണ്ട് അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പ്രവൃത്തി മാർഗേണയോ നിവൃത്തി മാർഗേണയോ കൃഷ്ണാവബോധ പ്രക്രിയ ഉൾക്കൊള്ളുവാൻ അർജുനന് കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ഭഗവത്ഗീതയുടെ രഹസ്യമറിയാൻ ഔത്സുക്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തൻ്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.